കാരണം അന്തർദേശീയ തലത്തിൽ കഴിവുള്ള ഒരു ഡാൻസറാണ്. വയസ്സ് 72 53 അവർ ജനിക്കുന്നത്. പക്ഷേ ആ 72 വയസ്സൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരിപ്പോഴും ഇന്നും ലോകം അറിയപ്പെടുന്ന ഒരു വലിയ നർത്തകിയാണ്. അങ്ങനെയുള്ള ഒരാൾ വിചാരിച്ചാൽ യഥാർത്ഥത്തിൽ ഈ കലാമണ്ഡലത്തിനെ അതുപോലെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ഇവർ സമ്മതിക്കത്തില്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരം മൂലമാണ് ആ സ്ഥാപനം നശിക്കുന്നത്. അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്ത് ചോദിച്ചാലും അറിയാൻ വയ്യ, അവിടുത്തെ അക്കൗണ്ട്സ് നോക്കാൻ അറിയാൻ വയ്യ, നിയമങ്ങളെക്കുറിച്ച് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളെക്കുറിച്ചോ അതിലെ നിയമനത്തെ പ്രക്രിയയെക്കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്ത ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെന്നാണ് അവർ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഒരു വിമർശനമാണ്, കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം എന്നിട്ട് അതിനോടൊപ്പം അവരൊരു വേറൊരു കാര്യം കൂടെ ചെയ്തു. അവർ പറഞ്ഞ് എനിക്ക് ശമ്പളം വേണം. ശരിയാണ്, അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ അവർ എന്തെങ്കിലും ബാധ്യതയുണ്ടോ? എനിക്ക് ശമ്പളം വേണം. വൈസ് ചാൻസലറേക്കാളും ഉയർന്ന ശമ്പളം കൊടുക്കണമല്ലോ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഗവൺമെൻറ് അവർക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കണം സാലറി മാസം. ഇതിൻ്റെ പ്രശ്നം ഇതല്ല, അത് കൊടുത്തെന്നിരിക്കട്ടെ. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് നമുക്ക് ചിലവൊന്നുമില്ല, ഒരു ചിലവും സർക്കാരിന് അധിക ബാധ്യതയൊന്നും ഉണ്ടാവാത്ത നിയമനമാണ് ശ്രീമതി മല്ലിക സാരാഭായിയുടേതെന്നും പറഞ്ഞാണ് ഇവരുടെ നിയമനം നടത്തിയത്. ഇപ്പോൾ ഇവർക്ക് 3 ലക്ഷം രൂപ അവർക്ക് ശമ്പളം കൊടുക്കണമെന്നിരിക്കട്ടെ മാസം.